മാഹാത്മ്യം എന്ന അധ്യായത്തിൻ്റെ 1-ാം അധ്യായം നാം ഇന്നലെ കണ്ടു. ഇന്നലെ മാഹാത്മ്യം 10-ാം ദിവസം തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ പ്രാരംഭം കുറിച്ച ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം മൂലം ഇന്നലെ മാഹാത്മ്യമായിരുന്നു വൈകുന്നേരം. അതിൽ 1-ാം അധ്യായം നമ്മൾ മനനം ചെയ്തു. 2-ാം അധ്യായത്തിൽ പറയുന്നു കുമാര നാരദ സംവാദം. സനൽകുമാരന്മാർ 4 പേര്, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. നാരദൻ പറഞ്ഞു, അഹോ ചിന്താതുരാകഥം ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം വിനിശ്യതി ദ്രൗപദീ പരിത്രാത യേന കൗരവ കശ്മലാ പാലിതാ ഗോപസുന്ദരിയ സ കൃഷ്ണക്വാഭിനോഗത ത്വം ദു ഭക്തിപ്രിയാതസ്യ സദരം പ്രാണദോദിക ത്വയാ ഹുതസ്തു ഭഗവാൻ യാതിനീജഗൃഹേശ്വരി സത്യാദിത്യുഗേ ബോധവൈരാഗ്യോ മുക്തിസാധകോ കലഹോ തു കേവലാ ഭക്തിർ ബ്രഹ്മസായുജ്യകാരിണീ. ശ്രീനാരായണ മഹർഷി പറഞ്ഞു, ബാലേ, നീ പ്രധാ ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്തിന് ചിന്താകുലിയാകുന്നു? ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണപത്മം സ്മരിക്കുക, ദുഃഖം ശമിക്കും. ഭഗവാന്റെ പദാരവിന്ദത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ദുഃഖമെല്ലാം ശമിക്കും. നമ്മൾ കണ്ടു, സുഖം കൂടുമ്പോൾ അമ്മയെ മറക്കുവാനും ദുഃഖം കൂടുമ്പോൾ അമ്മയെ വിളിക്കുവാനും ഞങ്ങൾക്കിടയാകരുതേ. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിവ നാരായണ ജയ. അല്ലേ? ഭാഗവതം എഴുത്തച്ഛനാൽ വിരചിതമായ ശ്രീമദ് ഭാഗവതം ആ ആദ്യത്തെ പാദം കീർത്തനം തന്നെ എന്താണ്? കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം കളയരുതാരും മരണം വരുവിനി എന്നു നിലച്ചിഹ മരുവുക സദരം നാരായണ ജയ. അപ്രകാരം നമുക്ക് കിട്ടിയ ഒരു മഹാത്ഭുതമാണ് ഇടവെട്ടി കണ്ണൻ. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട, കണ്ണന്റെ പദാരവിന്ദം സ്മരിച്ചോളൂ. ദുര്യോധനാദികളുടെ ക്രൂരതയിൽ നിന്ന് ദ്രൗപദിയെയും ശംഖചൂടാദികളായ അസുരന്മാരിൽ നിന്ന് ഗോപികമാരെയും രക്ഷിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയും പോയിട്ടില്ല. ഭഗവാൻ എവിടെയുള്ളത്? ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ. എന്തോ ഈശ്വരൻ എവിടെ ആവുന്നത്? ഇങ്ങനെ കാണിച്ചാൽ ഞാൻ ഗിഫ്റ്റ് തരില്ല. എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞാൽ ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഹൃദയത്തിലാണ് ഈശ്വരൻ. നീയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ്. ദ്രൗപദിയോടാണ് ഭഗവാൻ പറയുന്നത്. നാരദ മഹർഷി, നീ ആവശ്യപ്പെടുകയാണെങ്കിൽ ഭഗവാൻ നീചഗ്രഹങ്ങളിൽ പോലും അവരെ അനുഗ്രഹിക്കുവാൻ എത്തിച്ചേരും. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം ഇവയിൽ ജ്ഞാനവൈരാഗ്യം കൊണ്ട് മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ. എന്നാൽ കലികാലത്ത് നമ്മൾ കണ്ടു, യുഗം 4 നല്ലോ കലിയുഗം. അല്ലേ? ഈ കലികാലത്തിൽ, ഈ യുഗത്തിൽ, കലിയുഗത്തിൽ നാമസങ്കീർത്തനം യസ്യ സർവ പാപ പ്രനാശനം പ്രണാമോ ദുഃഖ ശമനസ്തം നമാമി ഹരിവരം എന്ന് ഭാഗവതം 12 സ്ഥലം ഉണ്ടായിട്ട് 13-ാമത്തെ 12-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 23-ാം ശ്ലോകമാണ് സമ്പൂർണമായ ഈ വാക്യം. അതുകൊണ്ട് ഭഗവാനെ ഈ കൃപയുഗം, ധനായുഗം, അവരയുഗം ഇവയിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ കൊണ്ട് മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ. എന്നാൽ കലികാലത്ത് നാമജപം കൊണ്ട് മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ. ആയതിനാൽ ഈ കാരണത്താലാണ് ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ സദ്രൂപയായ ഭഗവതിയെ സൃഷ്ടിച്ചത്. ഭഗവതി സുന്ദരിയും അദ്ദേഹത്തിന് പ്രാണവല്ലഭിയുമാകും. ഒരിക്കൽ ഭഗവതി കൈകൂപ്പി ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചു, അല്ലയോ ഭഗവാൻ, ഞാൻ എന്ത് ചെയ്യണം?
എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കുക എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞു. ഭഗവതി വൈകുണ്ഠത്തിൽ സ്വസ്വരൂപത്തിൽ വസിച്ച് ഭക്തിക്ക് പോഷണം നൽകുന്നു, ഭക്തിക്ക് ആഹാരം കൊടുക്കുന്നു, പോഷണം കൊടുക്കുന്നു. ഈ ഭക്തി രൂപാച ഭക്തി, ഈ ഭക്തി എവിടെ നിന്ന് കിട്ടും? ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് 10 രൂപയുടെ ഭക്തി തരാൻ പറഞ്ഞാൽ കിട്ടുമോ? മുമ്പേ വന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഭക്തി എവിടുന്ന ആർജിച്ചെടുക്കണം? എപ്പോൾ മുതൽ? വിവേകം ഉദിക്കുന്ന സമയം മുതൽ. സുഹൃത്തുക്കളെ, നമുക്ക് വിവേകം ഉദിച്ചു 3 വയസ്സ് 4 വയസ്സായി കഴിയുമ്പോൾ ഇത് പച്ചയാണ്, ഇത് മഞ്ഞയാണ്, ഇത് നീലയാണ് എന്നറിയുന്ന സമയം മുതൽ, ഇതെന്റെ അച്ഛനാണ് അമ്മയാണ് എന്നറിയുന്ന സമയം മുതൽ വിവേകം ഉദിച്ചു. ആ സമയം മുതൽ എന്ത് ചെയ്യണം? മൂലത്തിൽ വളം വെക്കണം, ചുവട്ടിൽ വളം വയ്ക്കണം. ആര്? ആ കുട്ടിയെ ചുവട്ടിൽ വളം വയ്ക്കൂ. നീ ഒരു ഹൈന്ദവ സനാതന വിശ്വാസിയാണ് എങ്കിൽ ഇപ്രകാരം നീ ചെയ്യണം. ആർക്കുമാകാം. ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇസ്ലാമല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ആരോട് മാറ്റി നിർത്തിയോ? നീ അമ്പലത്തിൽ കയറരുത്, നീ പള്ളിയിൽ കയറരുത്, നീ മുല്ലാക്കയായിട്ട് ഉടോടരുത്, നീ നിസ്കരിക്കരുത്. ആരെങ്കിലും ആവശ്യപ്പെട്ടോ? നിന്റെ മൗലികമായ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്, അഭിപ്രായമാണ്. ക്രിസ്തീയ മതം, ഹിന്ദു മതം, ഇസ്ലാം മതം, അത് അവരുടെ മതം, അഭിപ്രായമാണ്. അതിനെ ചോദ്യം ചെയ്യരുത്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് സൂര്യഭഗവാനാണ് ലോകത്തിൽ നടന്നു നിൽക്കുന്ന ഏക ദൈവം. ആ സൂര്യനപ്പുറത്തൊന്നുമില്ല. സൂര്യന്റെ മുകളിലാണ് ആരുടെ? പരാശക്തി മാതാവായ അമ്മയുടെ സ്ഥാനം. ആദിത്യ ഭഗവാന്റെ മുകളിലാണ് അമ്മയുടെ സ്ഥാനം. അതുകൊണ്ടല്ലേ ആസ്താം പ്രസൂതി സമയേ ദുർവാരശൂലം വ്യധാനൈരുച്ചംബൽ ശോഷണം മലമയി ശയ്യാരസാംവത്സരി ഏകസ്യാഭിനഗർഭഭാരഭരണക്ലേശസ്യ യസ്യ ക്ഷമാദാതും നിഷ്കൃതിമുന്നതോ വിതലയ തസ്യൈ ജനന്യൈ നമഃ. മാതാപിതാ ഗുരുദേവം. ആദ്യത്തെ ഗുരു മാതാവല്ലേ? കുംഭീഭാഗമാകുന്ന ഗർഭപാത്രത്തിൽ നിന്നും എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അല്ലേ? എത്ര ജന്മം അരിച്ചു നടന്നു, എത്ര ജന്മം മലത്തിൽ കിടന്നു, എത്ര ജന്മം കൃമിയായി. അവസാനം ഈ കുംഭീഭാഗമാകുന്ന ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നവർ മുഴുവൻ ആരുമായിക്കോട്ടെ, നാനാജാതി മതസ്ഥരും ഈ അമ്മയുടെ ഉദരത്തിൽ, അമ്മതന്നുദരത്തിൽ അണുവായി പിറന്നു, അറിയാത്ത വേഷത്തിൽ രംഗത്തു വന്നു, നടനായി നടിച്ചു നിന്നാടകം തീർന്നാൽ നരകമോ സ്വർഗമോ എന്തു കിട്ടും? നിനക്കെന്തു കിട്ടും? മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു? എടോ നാരായണ, നീ നിന്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ. ഇപ്രകാരം നമ്മൾ ഓരോന്നും വിചിന്തനം ചെയ്യണം. അപ്പോൾ ഈ നരകത്തിൽ നിന്നും നമ്മൾ കേട്ടു, നരനായി ജനിച്ചു ഭൂമിയിൽ നരകവാരി നടുവിൽ ഞാൻ, നരകത്തിൽ തന്നെ കരകേറ്റിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. നരകം 21 ചൊല്ലുന്നു, 28 ചൊല്ലുന്നു. നമുക്ക് കാണാം. ഷഷ്ഠസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അജാമിള ബ്രാഹ്മണന്റെ കഥയുമായി രംഗത്ത് വരുന്നു. 28 നരകം.